വാഴ 2 സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി. വാഴ 2 സിനിമയിലെ ആയുർവേദ മരുന്ന് കഴിച്ച് അസുഖബാധിതനാകുന്ന രംഗത്തിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. സിനിമയിൽ നിന്നും നീക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടിയാണെന്ന് അസോസിയേഷൻ പറയുന്നു. സരീഷ് VK ചേരുന്നു. സരീഷ്, എന്താണ് ആ സീന്? ഞാൻ സിനിമ കണ്ടിട്ടില്ല. അതിനകത്ത് ഈ ആയുർവേദ മരുന്ന് കഴിച്ചാൽ അസുഖമുണ്ടാകുന്നു എന്ന മട്ടിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? അതാണോ പ്രതിഷേധത്തിന് കാരണം? സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അദ്ദേഹം തുടർച്ചയായി അരിഷ്ടം കഴിക്കുന്നുണ്ട്. ആ അരിഷ്ടം കഴിക്കുന്നു, തുടർക്കാലത്തോളം അരിഷ്ടം കഴിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും ഈ അരിഷ്ടം നൽകുന്നു. പിന്നീട് കാണിക്കുന്നത് അദ്ദേഹം പിന്നീട് രോഗാവസ്ഥയിലേക്ക് എത്തുന്നു. അത് ലിവർ സിറോസിസ് ആണ് എന്ന് കണ്ടെത്തുന്നു. അദ്ദേഹം മദ്യപിക്കാറില്ല. ആ ലിവർ സിറോസിസിന് കാരണമായത് ഈ തുടർച്ചയായി അരിഷ്ടം കഴിച്ചതാണ് എന്ന രീതിയിലുള്ളൊരു സീനായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ തന്നെ രംഗത്തെത്തി. ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുമ്പോൾ അത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. നിലവിൽ തന്നെ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ കാണുന്നതിനനുസരിച്ച് ആയുർവേദത്തോട് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഈ സീൻ നീക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആദ്യഘട്ടത്തിൽ ഈ സിനിമ അണിയറ പ്രവർത്തകരുമായി നേരിട്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം തന്നെ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സീൻ മാറ്റിയില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് സംഘടന തന്നെ വ്യക്തമാക്കുന്നത്. എത്രയും വേഗം ഈ സീനുകൾ മാറ്റണം, അതിനുശേഷം റീടെലികാസ്റ്റ് ചെയ്യണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴും ആയുർവേദ അസോസിയേഷൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആയുർവേദ മരുന്നാണെങ്കിലും അധികമായാൽ അമൃതും വിഷം എന്നാണ്. ആയുർവേദ മരുന്ന് അമിതമായിട്ട് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അയാൾക്ക് രോഗം വന്നത് എന്നാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്നാണല്ലോ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അമൃത് തന്നെ വിഷമാണെങ്കിൽ ഈ മരുന്ന് കൂടുതലായിട്ട് കഴിച്ചാൽ അസുഖം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ ആയുർവേദ അസോസിയേഷൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അവരുടെ വിശദീകരണം കൂടെ നമുക്ക് വരുന്നത് കാത്തിരിക്കാം.